ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം റിബൺ. ഇതാണ് ടോപ്പിക്. അതിന് മുന്നേ നിങ്ങൾ ഇതുപോലത്തെ ഒരു ചിത്രം ഒരു പേപ്പർ എടുത്ത് വരച്ച് വയ്ക്കാം. ഓക്കെ, എളുപ്പത്തിൽ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഇതുപോലെ ഒന്ന് വരച്ച് സെറ്റാക്കി വയ്ക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി എല്ലാ പോയിൻറ്റ്സും എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം റിബൺ. ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം റിബൺ, അതിൻ്റെ പ്രോസസ്സ്. ഫസ്റ്റ് പോയിൻ്റ് പ്രോസസ്സ്. താഴെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പ്രോസസ്സ്, കെമിക്കൽ ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രിക്കോഷൻ. ഫസ്റ്റ് പോയിൻ്റ് പ്രോസസ്സ്. ഓക്കെ, മെഗ്നീഷ്യം റിബൺ ബേൺസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ വിത്ത് എ ഡാസ്ലിംഗ് ഫ്ലെയിം ഇറ്റ് ഫോമിങ് മെഗ്നീഷ്യം ഓക്സൈഡ്. അതായത് ഒരു മെഗ്നീഷ്യം റിബൺ കത്തിക്കുന്ന സമയത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ വാട്ട് വി ഗെറ്റ് ഡാസ്ലിംഗ് ഫ്ലെയിം. ആ കത്തുന്ന ആ ഒരു ലൈറ്റ് ഉണ്ടാവുകയും അതിൽ നിന്ന് എന്താണ് അവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് ലൈറ്റും ഹീറ്റും കൂടിയിട്ടാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അത് ചെയ്യുമ്പോൾ അത് കത്തുന്ന സമയത്ത് നമുക്ക് കത്തിക്കഴിഞ്ഞ് നമുക്കൊരു ആഷ് പൗഡറായിട്ട് അത് കിട്ടും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെഗ്നീഷ്യം റിബൺ കത്തിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ മെഗ്നീഷ്യം ഓക്സൈഡ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ബേണിംഗ് മെഗ്നീഷ്യം റിബൺ. മെഗ്നീഷ്യം റിബൺ കത്തിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആഷ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോസസ് ഓഫ് മെഗ്നീഷ്യം റിബൺ വൈൽ ബേണിംഗ്. സെക്കൻഡ് പോയിന്റ് കെമിക്കൽ ഇക്വേഷൻ. കെമിക്കൽ ഇക്വേഷൻ എവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. നോസ്, മൂക്കിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ വൈൽ റൈറ്റിംഗ് യുവർ എക്സാം ജസ്റ്റ് റിമെമ്പർ കെമിക്കൽ ഇക്വേഷൻ ഈസ് ഇൻ യുവർ നോസ്. ഓക്കെ, സോ മെഗ്നീഷ്യത്തിൻ്റെ കെമിക്കൽ നെയിമാണ് Mg. ഇവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ട്, അത് കട്ട് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ കെമിക്കൽ നെയിം Mg പ്ലസ് ഓക്സിജൻ O2. O2 മീൻസ് ഓക്സിജൻ വിച്ച് ഗിവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. മെഗ്നീഷ്യം ഓക്സിജനും കൂടി ചേരുമ്പോൾ, അതായത് കത്തുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടുന്നത്? മെഗ്നീഷ്യം ഓക്സൈഡ്. സോ ദിസ് ഈസ് ദ കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, ദെൻ തേർഡ് വൺ. വാട്ട് ഈസ് ദ തേർഡ് വൺ? ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് മെഗ്നീഷ്യം റിബൺ? സോ നമുക്കറിയാം, ഇത് കത്തുന്ന സമയത്ത് മെഗ്നീഷ്യം റിബൺ കത്തുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്? ന്യൂ സബ്സ്റ്റൻസ്. സോ വാട്ട് ഈസ് ദ നെയിം? മെഗ്നീഷ്യം ഓക്സൈഡ്. സോ while burning of magnesium ribbon, a new substance is formed. What is that? Magnesium oxide. Here what is happening? Exothermic reaction, that is heat plus light. Here heat and light is formed. So here exothermic reaction takes place. So these are the two characteristics features of this magnesium ribbon. Next, precaution. This is the fourth point, precaution. Precaution is written near to mouth. Okay, magnesium ribbon cleaned with sandpaper to remove the oxide layer before burning. So magnesium ribbon, before burning, what we have to do? It should be cleaned with the sandpaper. For what purpose we are using the sandpapers? To remove the oxide layer. There is an oxide content in that magnesium ribbon. So we have to clean with sandpaper. Sandpaper ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മളത് കത്തിക്കാൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രിക്കോഷൻ വി ഹാവ് ടു ഡു ബിഫോർ മെഗ്നീഷ്യം റിബൺ, while burning the magnesium ribbon. Okay, actually here what it's happen here, ദിസ് ഈസ് ദ ബേസിക്. നമ്മൾ ആസിഡ് എന്താണ്, ബേസിക് എന്താണെന്ന് നമ്മൾ മുന്നത്തെ ലെസണിൽ പഠിച്ചിട്ടുണ്ട്. ബേസിക് മീൻസ് ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ കളർ. ആസിഡ് മീൻസ് ബ്ലൂ ടു റെഡ് കളർ. ഓക്കെ, ഓൾവേസ് റിമെമ്പർ ദിസ് പോയിൻ്റ്. ഈ ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം റിബണിൽ നമ്മൾ പഠിച്ചത് 5 കെമിക്കൽ നെയിമാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയിട്ടുണ്ട്. ഈ ഹെയറിൻ്റെ അവിടെ നമ്മളൊരു പോയിൻ്റ് എഴുതിയിട്ടുണ്ട്. അതായത് മെഗ്നീഷ്യം ഓക്സൈഡ് പ്ലസ് H2O ഗീവ്സ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അതായത് MgO എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ മെഗ്നീഷ്യം ഓക്സൈഡ്. അതായത് മെഗ്നീഷ്യം റിബണും ഓക്സിജനും കൂടിയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്, കത്തിക്കുന്ന സമയത്ത് അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്നതാണ് മെഗ്നീഷ്യം ഓക്സൈഡ്. മെഗ്നീഷ്യം ഓക്സൈഡ് വെള്ളവുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മെഗ്നീഷ്യം ഓക്സൈഡും വെള്ളവും കൂടിയിട്ട്, അതായത് H2O എന്ന് പറഞ്ഞാൽ വാട്ടർ, വെള്ളം,
ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടുന്നത്? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ദിസ് ഈസ് ഈ ഒരു ഫോർമുലയും കൂടി ഓർത്ത് വയ്ക്കണം. ഇതൊരു അഡീഷണൽ പോയിൻ്റ് ആണ്. സോ റിമെമ്പർ ദീസ് തിങ്സ്. ഓക്കെ. അപ്പോൾ ഈ ഫേസിൽ വാട്ട് ഈസ് മെഗ്നീഷ്യം? മെഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോൾ എന്ത് കിട്ടുന്നു? അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ, അത് രണ്ടാമതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് വാട്ട് പ്രിക്കോഷൻസ് വി ഹാവ് ടു ബി ടേക്കൺ ബിഫോർ ബേണിംഗ് ദ magnesium ribbon. These are the points included in this burning of magnesium ribbon topic. ഇതിൽ ഇതുപോലെ നിങ്ങൾ പിക്ചർ വരച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരച്ചിട്ട് എഴുതിയെടുക്കാം. അപ്പോൾ മെഗ്നീഷ്യം ഞാൻ പഠിപ്പിച്ച ഈ രീതിയിൽ പഠിക്കുക. ഇതേപോലെ തന്നെ എഴുതിയെടുക്കുകയാണെങ്കിൽ എക്സാമിന് മെഗ്നീഷ്യം റിബൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ് തന്നെ ഓർമ്മ വരണം. ഓക്കെ. അതിൽ 4 പോയിൻ്റാണ്. ഒന്ന് പ്രോസസ്, ഒന്ന് ഇക്വേഷൻ, ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രിക്കോഷൻസ്. ഓക്കെ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പാരഗ്രാഫായിട്ട് എഴുതാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും ഇതുപോലെ വരച്ച് പഠിക്കുന്ന സമയത്ത്. ഇനി നമ്മളിതിൽ പഠിച്ച 5 കെമിക്കൽ നെയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കെമിസ്ട്രിയൊക്കെ പഠിക്കുമ്പോൾ ഓരോ പുതിയ പുതിയ പേരുകൾ നമ്മൾ പഠിക്കും. അപ്പോൾ അതിപ്പോൾ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ അത് ഓരോന്നും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതാൻ മാത്രമായിട്ട് ഒരു പേജ് സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക. ഓരോ ടോപ്പിക്കിലും നമ്മൾ ഇതുപോലത്തെ പുതിയ കെമിക്കൽ നെയിംസ് പഠിക്കും. അത് എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. Mg മീൻസ് മെഗ്നീഷ്യം, O2 ഓക്സിജൻ, MgO മെഗ്നീഷ്യം ഓക്സൈഡ്, H2O വാട്ടർ, MgOH2 മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം റിബൺ. ഇഫ് എനി ഡൗട്ട് പ്ലീസ് കമൻറ്റ് ബിലോ. ഓക്കെ. അടുത്തത് റിയാക്ഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് അയോണുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് റിയാക്ഷനാണ്, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ജസ്റ്റ് ഒരു പ്ലേറ്റിൽ ഒരു ആപ്പിൾ വരച്ചു, അതിനൊരു ലീഫും കൂടി വരച്ച് കൊടുക്കാം. ഓക്കെ. സോ ഇവിടെ കോപ്പർ സൾഫേറ്റ് വിത്ത് അയൺ എന്ന ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ജസ്റ്റ് യു ഹാവ് ടു, നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്ന് വരണം ഒരു ആപ്പിളിൻ്റെ ചിത്രം. ഇതിൽ 4 പോയിൻറ്റ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ. ഓക്കെ. ബിഫോർ ദാറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഇമേജ് കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം പഠിച്ചു വയ്ക്കുക. ഏതൊരു കെമിക്കൽ റിയാക്ഷനും എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ പിക്ചർ ഉണ്ടെങ്കിൽ ആദ്യം ആ ചിത്രം വരയ്ക്കുക. അതിനുശേഷം മാത്രം എഴുതുക, പോയിൻറ്റ്സ് എഴുതുക. ഫസ്റ്റ് പോയിൻ്റ് ഒബ്സർവേഷൻ, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ കെമിക്കൽ ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഈ 4 കാര്യങ്ങളാണ് നമ്മളിതിൽ നോക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് പോയിൻ്റ് ഒബ്സർവേഷൻ. എന്താ സംഭവിക്കുന്നത് നോക്കാം. When an iron nail is placed in a copper sulfate solution, the blue color of the solution fades and a brown deposit of copper forms on the iron nail. അതായത് നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ പിക്ചറിൽ ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പിക്ചറിൽ നോക്കൂ. ഫസ്റ്റത്തെ ആ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് ഉള്ളത്. ആ ലിക്വിഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. അതിൽ നമ്മൾ ഒരു നെയിൽ, അതായത് അയൺ നെയിൽ, അതായത് ഒരു ആണിയോ അല്ലെങ്കിൽ ഒരു ബ്ലേഡോ എന്തെങ്കിലും അതിൽ ഇട്ട് വയ്ക്കാം. അത് ഇടുന്ന സമയത്ത് ആക്ച്വലി ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ എന്താണ്? ബ്ലൂ കളറാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറും ചേഞ്ച് ആയിട്ടുണ്ടാവും. ആ ആണിയിൽ എന്ത് ഫോം ചെയ്യുക? ഈ ബ്രൗൺ ഡെപ്പോസിറ്റ്. നമുക്കറിയാം ആ ആണി അകത്തുരുമ്പ് പിടിച്ച് അതിൽ എന്താണ് ഫോം ആവുന്നത് പിടിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ബ്രൗൺ ഡെപ്പോസിറ്റ് ഓഫ് കോപ്പർ ഫോംസ് ഓൺ ദി അയൺ നെയിൽ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നത് ഒന്നാമത്തെ കെമിക്കൽ ചേഞ്ച് ഇൻവോൾവിങ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്ത് കെമിക്കൽ ചേഞ്ചാണ് അവിടെ നടക്കുന്നത്? ദാറ്റ് ഈസ് ബ്ലൂ കളർ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫസ്റ്റ് ബോട്ടിലിൽ കൊടുത്ത ബ്ലൂ കളർ എന്തായി മാറിയിരിക്കുന്നു? ഗ്രീൻ കളറായിട്ട് മാറിയിരിക്കുന്നു. സോ കെമിക്കൽ ചേഞ്ച് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. ഇത് കളറ് മാറിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കളർ ആൻഡ് ഫോർമേഷൻ ഓഫ് ദി സോളിഡ്. ആ ലിക്വിഡിൻ്റെ കളറ് മാറുകയും ആ സോളിഡിൽ എന്താണ്, അതായത് സോളിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ നമ്മളിട്ട ആണി അതല്ലെങ്കിൽ ബ്ലേഡ്, ഏതെങ്കിലും ഒരു സാധനം ഇതിലത്തെ ഏതെങ്കിലും, ഇപ്പോൾ അയൺ ഇട്ടാലും ബ്ലേഡ് ഇട്ടാലും ഒരേ റിസൾട്ട് തന്നെ ആയിരിക്കും. സോ അതിൽ ഫോർമേഷൻ ഓഫ് സോളിഡ്, കളർ മാറുകയും ആ സോളിഡിൻ്റെ കളറിൽ എന്താണ് ഫോം ചെയ്തിരിക്കുന്നത്? എ ബ്രൗൺ ഡെപ്പോസിറ്റ് ഓഫ് കോപ്പർ. ഇറ്റ് ഫോംസ് ഓൺ ദി അയൺ നെയിൽ. സോ ദീസ് ആർ ദ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് റിയാക്ഷൻ. നെക്സ്റ്റ്, അപ്പോൾ അതിൻ്റെ ഫോർമുല, കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. കെമിക്കൽ ഇക്വേഷൻ ഈസ് FeCuSO4
gives FeSO4 plus Cu. Fe എന്ന് പറയുന്നത് അയേൺ ആണ്. അയേൺ ഇവിടെ ഏതാണ് അയേൺ? നെയിൽ, ആണി. ഓക്കെ, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബ്ലേഡ് ഇടുകയാണെങ്കിലും ആണി ഇടുകയാണെങ്കിലും നമുക്ക് ഒരേ റിസൾട്ടായിരിക്കും കിട്ടുക. ഏത് വേണമെങ്കിലും ഇടാം നമുക്ക്. Fe മീൻസ് അയേൺ. SuSO4 മീൻസ് കോപ്പർ സൾഫേറ്റ്. ആ കോപ്പർ ഫസ്റ്റ് ബോട്ടിലുള്ള ആ ലിക്വിഡ്, ആ സൊല്യൂഷനെ പറയുന്നതാണ് കോപ്പർ സൾഫേറ്റ്. സൊല്യൂഷൻ്റെ പേരാണ് CuSO4. ഓക്കെ, CuSO4. ഇത് രണ്ടും കൂടിയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? സോളിഡിൽ എന്താണ് ഫോം ചെയ്യുന്നത്? കോപ്പർ. സോ Cu മീൻസ് കോപ്പർ, ദാറ്റ് ഫോംസ് ഇൻ ദ സോളിഡ്. FeSO4 മീൻസ് അയേൺ സൾഫേറ്റ്. അയേൺ സൾഫേറ്റ് ഫോം ആവുന്നത് കൊണ്ടാണ് ആ ലിക്വിഡിൽ കളറ് ചേഞ്ച് ആയത്. ഓക്കെ, എക്സ്പ്ലനേഷൻ ഇതിലിതാണ്. അയേൺ ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ബിക്കോസ് ഇറ്റ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. കോപ്പറിനെ കാട്ടിലും മോർ റിയാക്റ്റീവ് ആണ് എന്ത്? അയേൺ. അതുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റിൽ നിന്നും എന്ത് ഡിസ്പ്ലേസ് ആയത്? കോപ്പർ. ഓക്കെ, നെക്സ്റ്റ് അവിടെ എന്ത് കളറാണ് ഫോം ആവുന്നത്? ആ ബ്ലൂ കളർ പോയിട്ട് ഗ്രീൻ കളർ ഫോം ആവുന്നുണ്ട്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അയേൺ സൾഫേറ്റ്. അയേൺ സൾഫേറ്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ ആ കളർ, ആ ലിക്വിഡിൻ്റെ കളറ് ചേഞ്ച് ആയത്, ഗ്രീൻ കളറായിട്ട് മാറിയത്. ഓക്കെ, ഇനി ഇതിൽ പഠിച്ച 4 കെമിക്കൽ നെയിംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അയേൺ, ഫസ്റ്റ് വൺ ഈസ് അയേൺ, ദാറ്റ് ഈസ് Fe. അയേൺ എന്ന് പറഞ്ഞാൽ Fe. കോപ്പർ സൾഫേറ്റ് CuSO4. നെക്സ്റ്റ് അയേൺ സൾഫേറ്റ് FeSO4. കോപ്പർ Cu. ഓക്കെ, റിയാക്ഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് വിത്ത് അയൺ. അതായത് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഒബ്സർവേഷൻ, നമ്മൾ നടക്കുന്നത് എന്താണോ അതങ്ങനെ എഴുതിയിരിക്കുന്നു. നെക്സ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്താണെന്ന് എഴുതുന്നു. അടുത്തത് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നു. ദെൻ പ്ലേറ്റിൽ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ഇത്രയും 4 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ജസ്റ്റ് ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ എക്സാമിന് 4 പോയിൻ്റ് എഴുതണ്ടുള്ളൂ. സോ ഇതുപോലെ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ നല്ല ഓർമ്മ കിട്ടും. അപ്പോൾ എല്ലാം നീറ്റായിട്ട് എഴുതാൻ പറ്റും. സോ ഈ പ്രോസസ്സ് എഴുതിയെടുക്കുക. റിയാക്ഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് വിത്ത് അയൺ.